ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏത്? നമുക്കിവിടെ ഒരു എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ അതിൻ്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കലിൻ്റെ 16 മടങ്ങാണെന്ന് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണം. നമുക്കറിയില്ലാത്ത ആ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ റെസിപ്രോക്കൽ 1/x വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1/xൻ്റെ 16 മടങ്ങാണെന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ എഴുതാം: എക്സ് സമം 1/x ഗുണം 16. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ എക്സിനെ ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഗുണം എക്സ് സ്ക്വയർ എന്നാവും ഇടതുവശം, സമം വലതുവശം 1 ഗുണം 16 16. എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 16ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 16ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 4 ആണ്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എക്സ് നാച്ചുറൽ നമ്പർ ആണെന്ന് നൽകിയിട്ടുള്ളതുകൊണ്ട് പോസിറ്റീവ് റൂട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4. ശരിയുത്തരം ഓപ്ഷൻ ബി 4. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ഇവിടെ 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും എന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി വെച്ച് തിരിയും. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ 40 മിനിറ്റിൽ മിനിറ്റ് സൂചി തിരിയുന്നത് എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കാൻ 6നെ 40 കൊണ്ട് ഗുണിക്കുക. 6 4 240, 6 4 24, 6 ഗുണം 40 240. അപ്പോൾ 240 ഡിഗ്രിയാണ് തിരിയുന്നത്. ശരിയുത്തരം ഓപ്ഷൻ ഡി 240 ഡിഗ്രി. 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? നമുക്കിവിടെ 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. നമുക്ക് 6ൻ്റെ പവറായി വരുന്ന സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒന്ന് പരിശോധിക്കാം. നമുക്ക് 6/1 ഇത് 6 തന്നെയാണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആണ്. 6/2 അല്ലെ 6ൻ്റെ സ്ക്വയർ 36 ആണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെ. 6/3 6 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 216 കിട്ടും. അല്ലെങ്കിൽ 36നെ 6 കൊണ്ട് ഗുണിച്ചാൽ 216. ഇവിടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. ഇനി 6/4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത് ഈ 6നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന അക്കമാണ്. അപ്പോഴും വീണ്ടും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെ വരും. അങ്ങനെ 6ൻ്റെ ഏത് പവർ എടുത്താലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയായിരിക്കും. അപ്പോൾ 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആണ്. ശരിയുത്തരം ഓപ്ഷൻ സി. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 4 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ കണ്ടെത്തണം. അപ്പോൾ ഈ കൂട്ടത്തിലെ 3 സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. നോക്കുക, ഓപ്ഷൻ ബി 361 അത് 19ൻ്റെ സ്ക്വയറാണ്. അതുപോലെ 225 15ൻ്റെ സ്ക്വയറാണ്. 625 25ൻ്റെ സ്ക്വയറാണ്. അതായത് ഈ 3 സംഖ്യകൾ പൂർണ്ണവർഗ്ഗങ്ങളാണ്. അതേസമയം 391 പൂർണ്ണവർഗ്ഗമല്ല. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്നത് 391 ആണ്. ശരിയുത്തരം ഓപ്ഷൻ എ. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? നമുക്കിവിടെ 6000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം 6000 രൂപയ്ക്ക് 1 വർഷം കിട്ടുന്ന പലിശ എത്രയെന്ന് നോക്കാം. 1 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 6000ൻ്റെ 6%. അത് കാണുന്നതിനായിട്ട് നമുക്ക് 6000 ഗുണം 100/6 കണ്ടാൽ മതി. അപ്പോൾ ഇത് 1 വർഷത്തെ പലിശയാണ്. 1 വർഷം അല്ലെങ്കിൽ 12 മാസം. അപ്പോൾ നമുക്ക് 10 മാസത്തെ പലിശ മതി. അപ്പോൾ അത് കാണുന്നതിനായിട്ട് ഈ സംഖ്യയുടെ 12ൽ 10 ഭാഗം കാണുക. അതായത് 6000 ഗുണം 100/6ൻ്റെ 12ൽ 10 ഭാഗം. അപ്പോൾ ഇതിനെ 12ൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടുത്തെ 2 പൂജ്യങ്ങളും 6000ത്തിൻ്റെ 2 പൂജ്യങ്ങളും ക്യാൻസൽ ചെയ്യാം. 6നെയും 12നെയും 6 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2ഉം വരും. 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30. 30 ഗുണം 1 30 തന്നെ. 30 ഗുണം 10 300. അപ്പോൾ 10 മാസത്തെ പലിശ 300 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. 100/3 ഗുണം 1000/5 സമം 10/x ആയാൽ എക്സിൻ്റെ വില എത്ര? നമുക്കിവിടെ 100/3 ഗുണം 1000/5 സമം 10/x നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 10/x എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഉത്തരം 10ൻ്റെ പവറായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെ 10ൻ്റെ പവറായിട്ട് എഴുതി അവയുടെ ഗുണനഫലം കാണണം. 100 എന്നുള്ളത് 10ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇത് 10 സ്ക്വയർ ദി ഹോൾ ക്യൂബ് ഗുണം 1000 എന്നുള്ളത് 10ൻ്റെ ക്യൂബാണ്. 10 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 1000 കിട്ടും. അത് 10/3 ദി ഹോൾ റൈസ് ടു 5 എന്ന് എഴുതാം. സമം ഇനി നമ്മളൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കണം. അതായത് a/m ദി ഹോൾ റൈസ് ടു n ഇസ് ഈക്വൽ ടു a/m ഇൻറ്റു n ആണ്. പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇത് 10/2 ഗുണം 3 എന്ന് വരും. അല്ലെങ്കിൽ 10/6 എന്നാവും. ഗുണം ഇവിടെ 10/3 ഗുണം 5 അല്ലെങ്കിൽ 10/15. ഇനി നമുക്ക് ഒരു തവണയും കൂടി കൃത്യങ്ക നിയമം ഉപയോഗിക്കണം.
നമ്മൾ ഇനി ഉപയോഗിക്കേണ്ട കൃത്രിമ നിയമം ഇതാണ്. a⁻m × a⁻n സമം a⁻m+n. ഇവിടെ പവറുകൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് 10⁻6ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ 21. 10⁻21 കിട്ടും. ഇവിടെ നമുക്ക് 10⁻x എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 21. ശരി, ഉത്തരം ഓപ്ഷൻ എ. 2ഉം 2ൽ1 + 3ഉം 3ൽ1 + 4ഉം 4ൽ1 സമം ഡാഷ്. നമുക്കിവിടെ ഏതാനും മിശ്രഭിന്നസംഖ്യകളാണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇവയിൽ പൂർണ്ണസംഖ്യാഭാഗവും ഉണ്ട്, ഭിന്നസംഖ്യാഭാഗവും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവയിലെ പൂർണ്ണസംഖ്യാഭാഗങ്ങൾ കൂട്ടിയെടുക്കാം. അപ്പോൾ 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടാം. 2 3 5, 5 4 9. പൂർണ്ണസംഖ്യാഭാഗങ്ങളുടെ തുക 9 എന്ന് കിട്ടും. ഇനി ഭിന്നസംഖ്യാഭാഗങ്ങൾ കൂട്ടുമ്പോൾ 2ൽ1 + ഇവിടെ 3ൽ1 + 4ൽ1 കണ്ടാൽ മതി. അപ്പോൾ ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. അപ്പോൾ നമുക്ക് ഈ 3 സംഖ്യകളുടെ ലസാഗു കാണാം. അപ്പോൾ 2 3 4 ഇവയുടെ ലസാഗു കാണുന്നതിനായിട്ട് ഇവയെ 2 കൊണ്ട് ഹരിക്കാം. പൊതുഘടകമായിട്ട് 2 എടുക്കാം. അപ്പോൾ 1, 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 3 തന്നെ എഴുതുന്നു. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 തന്നെ. ഇനി പൊതുവായ ഘടകങ്ങൾ എടുക്കാനില്ല. അപ്പോൾ ലസാഗു 2 × 3 × 2, 2 3 6, 6 2 12. 12ആണ് ലസാഗു. അപ്പോൾ പൊതുവായ ഛേദമായിട്ട് 12 എടുക്കണം. അപ്പോൾ 2നെ 12 ആക്കാൻ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അംശത്തിനെയും ഛേദത്തിനെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6/12 എന്ന് വരും. പ്ലസ് 3നെ 12 ആക്കാനായിട്ട് 4 കൊണ്ട് ഗുണിക്കണം. അംശത്തിനെയും 4 കൊണ്ട് ഗുണിക്കുന്നു. 4/12 പ്ലസ് ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ 12 ആക്കാം. അപ്പോൾ 3/12 എന്ന് വരും. സമം 12ൽ പൊതുവായ ഛേദം 12 തന്നെ. 6 4 10 3 13 എന്ന് വരും. നോക്കുക, ഇവിടെ അംശം വലുതാണ്, അതായത് 1നേക്കാൾ വലിയൊരു സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 13നെ 12 കൊണ്ട് ഹരിക്കണം. 13നെ 12 കൊണ്ട് ഹരിച്ചാൽ 13ൽ ഒരു തവണയാണുള്ളത്. ഒരു 12 12 കുറയ്ക്കുക 1, ശിഷ്ടം 1 കിട്ടും. അപ്പോൾ ഹരണഫലം 1, ശിഷ്ടം 1 ഉള്ളതുകൊണ്ട് ഹരിച്ചിരിക്കുന്ന സംഖ്യ 12. 12ൽ 1 എന്ന് എഴുതാം. 1ഉം 12ൽ 1. അപ്പോൾ ഇതിനോട് 9 കൂട്ടണം. അപ്പോൾ 9 + 1ഉം 12ൽ 1 വരും. പൂർണ്ണസംഖ്യകൾ ഭാഗമായ 1 9നോട് കൂട്ടുക. 9 1 10. 10ഉം 12ൽ 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, 10ഉം 12ൽ 1. ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35, 35ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35 എന്ന് നൽകിയിരിക്കുന്നു. 15ാം പദത്തിനെ നമുക്ക് A15 കൊണ്ട് സൂചിപ്പിച്ചാൽ A15 35ആണ്. 35ാം പദം അത് 15ഉമാണ്. നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു സൂത്രവാക്യമുണ്ട്. D = പദങ്ങളുടെ വ്യത്യാസം / പദസ്ഥാനങ്ങളുടെ വ്യത്യാസമാണ്. അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം, പദങ്ങൾ നോക്കുക, 35ഉം 15ഉമാണ്. അവയുടെ വ്യത്യാസം 35 - 15 എന്നെടുക്കാം. ഇനി പദസ്ഥാനങ്ങളുടെ വ്യത്യാസം, സ്ഥാനങ്ങൾ ഇവയുടെ ക്രമത്തിൽ തന്നെ എഴുതണം. 35ൻ്റെ സ്ഥാനം 15ആണ്. അപ്പോൾ 15 - 15 എന്ന സംഖ്യയുടെ ക്രമം 35. 15 - 35 എന്ന് വരും. 35ന് 15 കുറച്ചാൽ 20. 20/15 - 35 -20 വരും. ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ 20നെ 20 കൊണ്ട് ഹരിച്ചാൽ 1. അതിലൊരു സംഖ്യ നെഗറ്റീവ് ആയതുകൊണ്ട് ഉത്തരം -1. അപ്പോൾ ശരിയുത്തരം പൊതുവ്യത്യാസം -1 ആണ്. ശരിയുത്തരം ഓപ്ഷൻ സി, -1. എയുടെ 30% സമം ബിയുടെ 20% ആയാൽ A+B=B - A എത്ര? ഇവിടെ എയുടെ 30% സമം ബിയുടെ 20% നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ A+B=B - A കാണണം. ഈ എയുടെ 30% സമം ബിയുടെ 20% എന്നുള്ളത് വെച്ച് നമുക്ക് എയും ബിയും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. അതായത് എയുടെ 30% കാണാനായിട്ട് A × 100ൽ 30 എടുത്താൽ മതി. സമം ബിയുടെ 20%, അതായത് B × 100ൽ 20. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എയും ബിയും തമ്മിലുള്ളൊരു ബന്ധം കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. രണ്ടിടത്തും ഛേദത്തിൽ 10 ഉണ്ട്. അത് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 3A = 2B എന്ന് വരും. അല്ലെങ്കിൽ ഈ 2നെയും കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 3/2A = B എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എയും ബിയും തമ്മിലുള്ള ബന്ധം. എയുടെ 2/3 മടങ്ങാണ് ബി. അപ്പോൾ ഇനി നമുക്ക് ഇത് മുന്നോട്ട് ചെയ്യുന്നതിനായിട്ട് എയ്ക്കും ബിക്കും ഓരോ വാല്യൂ കൊടുക്കുകയാണ് സൗകര്യം. എയ്ക്കും ബിക്കും വാല്യൂ എടുക്കേണ്ട കാര്യമില്ല, എയ്ക്ക് മാത്രം വാല്യൂ കൊടുത്താൽ മതി. ഇപ്പോൾ A = 10 എന്ന് എടുക്കുക. A = 10 ആണെങ്കിൽ ബി എത്ര വരും? B = 2/3 A ആണ്. അതായത് 2/3 × 10.
3 10 30, 30/2 15 എന്ന് വരും. അപ്പോൾ എക്ക് എ 10 ആണെങ്കിൽ ബി 15 വരും. അപ്പോൾ ഇനി നമുക്ക് എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ കാണാമല്ലോ. അപ്പോൾ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്ര വരും? എ പ്ലസ് ബി എത്ര വരും? എ 10ഉം ബി 15ഉം ആണെങ്കിൽ എ പ്ലസ് ബി 15 + 10 25 വരും. ബി മൈനസ് എയോ നോക്കുക, ബി 15 ആണ്. 15ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 15ൽ നിന്ന് 10 കുറച്ച് 5, അതായത് 25:5 എന്ന് വരും. ഈ രണ്ട് സംഖ്യകളും 5ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് 5 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5:1 എന്ന് വരും. അപ്പോൾ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ സമം 5:1 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു കോഡ് ഭാഷയിൽ ബോംബെ സമം 52 ആയാൽ ഡൽഹി സമം ഡാഷ്. ഇവിടെ ബോംബെക്ക് കോഡ് 52 എന്ന് നൽകിയിരിക്കുന്നു. ഡൽഹിയുടെ കോഡ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ബോംബെക്ക് എങ്ങനെയാണ് 52 കോഡ് വന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബോംബെ എന്ന വാക്കിലെ അക്ഷരങ്ങൾക്ക് അവയുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്രമനമ്പർ കൊടുത്തു നോക്കാം. അപ്പോൾ ബി 2ാമത്തെ അക്ഷരമാണ്, ഒ 15ാമത്തെ അക്ഷരവും, എം 13ാമത്തെ അക്ഷരം, ബി 2, എ 1, വൈ 25. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 25 1 26, 26 2 28, 2 30, 30 15 45, 13 58 വരും. നമുക്കിവിടെ നൽകിയിരിക്കുന്ന കോഡ് 52 ആണ്. അപ്പോൾ ഈ 58ൽ നിന്ന് ഒരുപക്ഷെ ഇവിടെ 6 അക്ഷരങ്ങളാണുള്ളത്. ഈ അക്ഷരങ്ങളുടെ എണ്ണം കുറച്ചതായിരിക്കും 52 വന്നിരിക്കുന്നത്. 58 - 6 ആണെങ്കിൽ 52 വരുമല്ലോ. ഈ രീതിയിലായിരിക്കാം ഒരുപക്ഷെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൽഹി അതിൻ്റെ കോഡ് കിട്ടാനായിട്ട് നമുക്ക് ഈ രീതിയിലാണെങ്കിൽ അക്ഷരമാലയിലെ ക്രമനമ്പർ ബിക്ക് പകരം കൊടുക്കുക. ഡിയുടെ ക്രമനമ്പർ 4, ഇ 5, എൽ 12, എച്ച് 8, ഐ 9. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 12ഉം 8 20, 29, 29ഉം 4 33, 5 38 എന്ന് വരും. ഇവിടുത്തെ അക്ഷരങ്ങളുടെ എണ്ണം 5 ആണ്. 38ൽ നിന്ന് 5 കുറച്ചാൽ 33. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ 33 ആയിരിക്കും ഉത്തരം വരേണ്ടത്, അതായത് ഓപ്ഷൻ സി. ഇനി എല്ലായിടത്തും 6 തന്നെയാണ് കുറയ്ക്കുന്നതെങ്കിൽ 32 ആയിരിക്കും വരിക. അപ്പോൾ ഇതൊരല്പം കൺഫ്യൂസിംഗ് ആണ്.